ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഫംഗ്ഷനാണ്. നമ്മളെല്ലാവരും പോകാൻ റെഡി ആയിട്ട് സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണുള്ളത്. നമ്മുടെ മേമയുടെ മോൻ രണ്ടാമത്തെ മകനായ അപ്പുവിൻ്റെ എൻഗേജ്മെൻ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായി വണ്ടി വന്നിട്ടുണ്ട്. ഒരു 10:30 ആകുമ്പോഴേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. നമ്മൾ നെയ്ബേഴ്സ് കൂടെ ഒത്തുകൂടുന്ന ഒരു പരിപാടി ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ. എല്ലാവരും കൂടെ ഒന്നിച്ച് അടിച്ചു പൊളിച്ച് പോകാമല്ലോ. അങ്ങനെ അടിച്ചു പൊളിച്ച് പോകാന്നുള്ള പരിപാടി ചെറിയൊരു തിരുത്ത് വന്നു കേട്ടോ. ഞങ്ങൾക്ക് വണ്ടി നമ്മുടെ ക്രൂയിസറായിരുന്നു. അപ്പോൾ അതിൽ പരിമിതമായ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഇരുന്ന് എന്താ ചെയ്യാം, ഇനി കല്യാണത്തിന് പരിഹരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയൊന്ന് എത്തിയിട്ടുണ്ട്. വലിയൊന്നാണ് പെണ്ണിൻ്റെ വീട് വരുന്നത്. അങ്ങനെ ചെക്കൻ അതാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. കാണാട്ടോ, വെയിറ്റ് ചെയ്യും. അങ്ങനെ ആദ്യം ചെന്നു. അതാ പെണ്ണൊക്കെ നമ്മളെ സ്വീകരിച്ചു. ഞങ്ങളൊക്കെ വേഗം അവിടെ ചാടി കയറി കസേരയൊക്കെ സീറ്റ് പിടിച്ചു കേട്ടോ. പിന്നെ അവരവിടെ ചെക്കൻ്റെ അമ്മയും എഴുത്തിയമ്മയൊക്കെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു. അപ്പോൾ 2 ലുക്ക് ഉണ്ടായിരുന്നത് പെണ്ണിന്. ഇതാണ് നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ലുക്ക് കേട്ടോ. ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ചെക്കൻ്റെ അമ്മയും എഴുത്തിയമ്മയും എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കലായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിക്കാനും തിന്നാനും കിട്ടിയ വീഡിയോ എടുക്കുന്ന കാര്യം ഞാനങ്ങ് മറക്കും. പിന്നെ അവൻ്റെ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇത് അവൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നു, പാവം. ഇതാണ് നമ്മുടെ ചെക്കൻ. പിന്നെ അവളും കൂടെ വന്നു കേട്ടോ. പിന്നെ ബൊക്ക കൊടുക്കലായി, സംസാരമായി. അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്കുള്ള ചടങ്ങ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ലുക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ചെക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് കൈമാറുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മേമ എന്ന് പറയുന്നത് ചെക്കൻ്റെ അമ്മയാണ് കേട്ടോ. മേമയും ഒരേടത്തേമ്മയും എല്ലാവരും കൂടെ അത് കൈമാറി. പിന്നെ അവർ സെക്കൻഡ് ലുക്ക് മാറാൻ പോകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തി. ഇന്ന് മഴ പെയ്യരുത് എന്നുണ്ടെങ്കിലും ഇങ്ങനെ വെയിലുണ്ടാവും, അല്ലെങ്കിൽ വെയിലല്ലാതെ ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരുങ്ങി ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് വേണ്ട എല്ലാവരും ഉൾപ്പെടുത്തി. നമ്മൾ എല്ലാവരും ഒന്നിച്ചാൽ പോയതെന്ന് അറിയണ്ടേ. അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവർ ഡ്രസ്സൊക്കെ മാറി. സെക്കൻഡ് ലുക്ക് ഇതായിരുന്നു കേട്ടോ. ധാവണിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കളറായിട്ടുള്ള പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ അവർ കഴിച്ചതിനും കാര്യങ്ങളൊക്കെ കൈമാറി. പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നതാ കണ്ടില്ലേ, അവരെ ക്യാമറമാനാണ് മുന്നിൽ. ശരിയാണ്, പക്ഷെ എനിക്ക് എടുക്കണ്ടേ. ഞാൻ എങ്ങോട്ടൊക്കെ ഫോൺ തിരിക്കുന്നോ അങ്ങോട്ടൊക്കെ അയാൾ വരും. ഒരുവിധം തിരിഞ്ഞും മറിഞ്ഞും കുറച്ചൊക്കെ വീഡിയോ ഞാനും എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു. പിന്നെയാണ് നമ്മുടെ അംഗം, നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ഫുഡ് അടിയാണല്ലോ. കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. നല്ല ചൂട്, അതിൻ്റെ കൂടെ നല്ല ചൂട് ബിരിയാണി, നല്ല ലെഗോൺ ബിരിയാണി ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ എടുത്ത് കൊടുക്കുമ്പോൾ കോല് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചിക്കൻ കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഫുഡ്. പിന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. നമ്മൾ ആരും വെറുതെ ഇടരുത്. അവരൊക്കെ കഴിക്കുന്ന വീഡിയോ ആരും എടുക്കരുതെന്ന് പറഞ്ഞോ. അവരൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഷാനി മാത്രമാണ് അതിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. ഷാനി പാവം, അവളെ ഫുഡ് കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചില്ല കുട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടാ കണ്ടാ കുട്ടി പട്ടാളങ്ങളെല്ലാവരും അവിടുന്ന് നമുക്ക് കൈ ഉറക്കിനെ ടിഷ്യൂ എടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വന്നത്. ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ ന്യൂസ് പ്രിന്റ് ഇല്ലേ, അതായിരുന്നു സംഭവം. ഇപ്പോഴൊരു ടിഷ്യൂ ആക്കിയത്. അങ്ങനെ വണ്ടി നിർത്തിക്ക് വന്ന് കണ്ട എന്ത് ജാതി വെയിലാ പൊന്നേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ച് ചെറുതായിട്ടൊന്നും അവർ ഡാൻസ് കളിച്ചില്ല, ഇരുന്ന് കളിച്ചു കേട്ടോ. എല്ലാ സ്പേസിൽ അവർ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ കറക്റ്റ് 1:30 പാട്ടിൻ്റെ ടൈമുള്ളൂ നമ്മൾ വീട്ടിലേക്ക് വലിയ കുന്നുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബിലെ കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.